ഹലോ എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ മെഡിക്കേഷൻ റൈറ്റ്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെഡിക്കേഷൻ പേഷ്യൻ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇപ്പം ഇൻ്റർവ്യൂവിനാണെങ്കിലും എക്സാമിൻ്റെ ടൈമിലൊക്കെ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ഒരു വൈവ ക്വസ്റ്റ്യൻ ആണ് മെഡിക്കേഷൻ്റെ റൈറ്റ്സിനെ പറ്റിയിട്ടുള്ളത്. ആ റൈറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് എറേഴ്സ് ഒന്നും വരുത്താതെ നമുക്ക് ആ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ റൈറ്റ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരുന്ന് അത് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ എറേഴ്സ് കുറയ്ക്കാൻ പറ്റും. നമുക്കറിയാം പേഷ്യൻ്റ് ലൈഫിൻ്റെ കാര്യമാണ്. ഇപ്പം നമ്മൾ ഒരു മെഡിക്കേഷൻ റോങ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവരെ ഭയങ്കരമായിട്ട് ഹാംഫുൾ ആകുന്ന ഒരു കാര്യമാണ്. അപ്പം എപ്പോഴും നമ്മുടെ ഒരു പ്രൊഫഷണൽ ഇതിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മെഡിക്കേഷൻ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളത്. നമുക്കറിയാം നമ്മൾ പേര് ചോദിക്കണം, ID ചെക്ക് ചെയ്യണം, അങ്ങനെ ഇപ്പോൾ റാൻഡമായിട്ട് പഠിക്കാതെ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ വെച്ച് പഠിക്കുവാണെങ്കിൽ ഓക്കെ ആയിരിക്കും. മെഡിക്കേഷൻ്റെ റൈറ്റ്സ് 10 റൈറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റ് പേഷ്യൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ റൈറ്റ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഇപ്പം മിസ്റ്റർ ജോൺ ആണെങ്കിൽ മിസ്റ്റർ ജോൺ തന്നെ ആയിരിക്കണം മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ചാർട്ട് നോക്കിയിട്ട് ഉറപ്പ് വരുത്തണം നമ്മൾ റൈറ്റ് പേഷ്യൻറ്റിനാണോ കൊടുക്കുന്നത്. അപ്പോൾ ID ബാൻഡ് നോക്കുക, അവരുടെ ഹോസ്പിറ്റൽ ID നമ്പർ നോക്കുക, അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക. എന്നിട്ട് മാത്രമേ നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് റൈറ്റ് റീസൺ ആണോ എന്ന്. അതായത് പ്രോപ്പർ ഇപ്പോൾ എന്താണോ പേഷ്യൻ്റെ കണ്ടീഷൻ, ആ കണ്ടീഷൻ ആണോ നമ്മൾ മെഡിക്കേഷൻ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ റൈറ്റ് പേഷ്യൻ്റ്, റൈറ്റ് റീസൺ, അപ്പോൾ ഇത് രണ്ടും ഒരു മെയിൻ ഇതാണ്. അതുപോലെ തന്നെ റൈറ്റ് ഡോസ്, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കറക്റ്റ് ഡോസ് ആണോ നമ്മൾ നമ്മുടെ പേഷ്യൻറ്റിന് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കണം. എത്ര mg ആണ്, എത്ര mcg ആണ്, എത്ര ഫ്ലൂയിഡ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണോ പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ പേഷ്യൻറ്റിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. റൈറ്റ് ടൈം, നമുക്ക് ഇഷ്ടമുള്ള ടൈം അല്ലല്ലോ. ഇപ്പോൾ TDS ആണോ BD ആണോ, രാവിലെയും വൈകിട്ടോ ആണോ, അതോ 3 ടൈംസ് ഉണ്ടോ, അപ്പോൾ അത് കൃത്യമായി നോക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇടവേളകളും ഫ്രീക്വൻസിയും ഒക്കെ കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. അപ്പം ഇതിപ്പോൾ അതുപോലെ തന്നെ റൈറ്റ് റൂട്ട്, അതായത് കൃത്യം ഇപ്പോൾ IV ആണെങ്കിൽ IV, IM ആണെങ്കിൽ IM, അപ്പം അത് കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ ഒരു 5 റൈറ്റ്സ് ആയിട്ട് വരുന്നത്. അടുത്ത 5 റൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് ഡ്രഗ് ആണോ കൊടുക്കുന്നത് നോക്കണം. ഇപ്പം പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന കറക്റ്റ് ഡ്രഗ് തന്നെ ആയിരിക്കണം നമ്മൾ നമ്മുടെ പേഷ്യൻ്റ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റൈറ്റ് ഫോമിലാണോ, ക്യാപ്സ്യൂളാണോ, ടാബ്ലറ്റ് ആണോ, അത് IV ഫ്ലൂയിഡ് ആണോ, അത് ഏത് ഫോമിലാണ്, എങ്ങനെയാണ് അത് കൊടുക്കേണ്ടതെന്ന് കൃത്യമായി നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നമ്മൾ റൈറ്റ് ഡോക്യുമെൻറ്റേഷൻ, എല്ലാ മെഡിസിനും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഡോക്യുമെൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ നമ്മുടെ ടൈമിൽ ഡോക്യുമെൻറ്റ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ആൾ ആ പേഷ്യൻറ്റിന് മെഡിക്കേഷൻ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവർഡോസ് ആയി പോകും. നമുക്കറിയത്തില്ല. ഡോക്യുമെൻറ്റ് ചെയ്താലാണ് നമ്മൾ ആ പേഷ്യൻ്റ് ആ മെഡിസിൻ കൊടുത്തു എന്നുള്ളത് നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാലും നമ്മളത് ഡോക്യുമെൻറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ റെസ്പോൺസ് നോക്കണം, റൈറ്റ് റെസ്പോൺസ്. അതിൽ പേഷ്യൻ്റ് ആ മെഡിസിൻ കൊടുത്തതിന് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ടുണ്ടോ, തെറാപ്പൂട്ടിക് എഫക്റ്റ് എന്ന് പറയും. നമ്മൾ ആ മെഡിസിൻ കൊടുത്തുകൊണ്ട്